ജോൺ, തന്നെ ഇന്നലെ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ, എന്തുപറ്റി? എന്റെ ഗ്രാൻഡ് ഫാദർ ബാത്റൂമിലൊന്ന് വീണേ. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് വല്ലതും പറ്റിയോ? നട്ടെല്ലിന് ചെറിയൊരു പൊട്ടലുണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയാണ് ഡോക്ടർ ഇത് സംഭവിക്കുന്നത്? നട്ടെല്ലിനും സൂക്ഷ്മനാഡിക്കും സംഭവിക്കുന്ന പരിക്കുകളാണ് സ്പൈൻ ഇഞ്ചുറിയിൽ പെടുന്നത്. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ, വാഹനാപകടങ്ങളിൽ കഴുത്തു പെട്ടെന്ന് വളയുമ്പോൾ, അല്ലെങ്കിൽ തെന്നി വീഴുമ്പോൾ എന്നിവയെല്ലാമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. എന്തെല്ലാമാണ് സ്പൈൻ ഇഞ്ചുറിയുടെ ലക്ഷണങ്ങൾ? വളരെ മൈൽഡായിട്ടുള്ള ഇഞ്ചുറിയാണെങ്കിൽ കഴുത്തിനും നടുവിനും ചെറിയൊരു വേദന അനുഭവപ്പെടാം. ചിലപ്പോൾ കഴുത്ത് തിരിക്കുമ്പോഴോ കുനിയുമ്പോഴോ ഒരു ഷൂട്ടിംഗ് പെയിൻ, അതായത് ഒരു ലൈറ്റിംഗ് ഷോക്ക് പോലൊരു വേദന കാലിനോ കഴുത്തിലേക്കോ ഉണ്ടാവുകയാണ് ചെയ്യുക. കുറച്ചുകൂടി സിവിയർ ആണെങ്കിൽ കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ട്, കൈകാലുകൾക്ക് തരിപ്പ് എന്നിവയും അനുഭവപ്പെടാം. വളരെ സീരിയസ് ആണെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോകാനും സാധ്യതയുണ്ട്. സ്പൈനൽ ഇഞ്ചുറിക്ക് ശസ്ത്രക്രിയ എപ്പോഴാണ് ആവശ്യമായിട്ട് വരിക? നട്ടെല്ലിന് ഒടിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ചോ ഡിസ്ക് പുറത്തേക്ക് തള്ളി ഉണ്ടാവുന്ന അവസ്ഥ, നാഡിയിൽ സമ്മർദ്ദമുണ്ടാവുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായും ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും. സ്പൈൻ ഇഞ്ചുറിക്കുള്ള പരിശോധനകൾ എന്തെല്ലാമാണ് ഡോക്ടർ? സാധാരണയായി കഴുത്ത്, നട്ടെല്ല് എന്നിവയുടെ എക്സ്റേ, CT സ്കാൻ എന്നിവയാണ് ചെയ്യാറ്. സ്പൈനൽ കോഡിനോ നെർവ് റൂട്ട്സിനോ പരിക്കുണ്ടെങ്കിൽ MRI സ്കാൻ ആവശ്യമായിട്ട് വരും. അപ്പോ ഇതിന്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? സ്പൈൻ ഇഞ്ചുറിക്ക് പ്രധാനമായും ചെയ്യുന്നത് സ്റ്റിറോയിഡ് തെറാപ്പിയാണ്. പിന്നെ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയയും ആവശ്യമായിട്ട് വരും. ഓ, വളരെ നന്ദി ഡോക്ടർ. നാം നന്നായി സൂക്ഷിച്ചാൽ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതേയുള്ളൂ.